ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണിത്. സോ ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം. ആദ്യം തന്നെ നുറുക്ക് ഗോതമ്പ് നന്നായി കഴുകി എടുക്കുക. പിന്നീട് അതിനെ 2 മണിക്കൂർ നോർമൽ വെള്ളത്തിൽ കുതിർക്കുക ഇടുക. വെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം അത് അരിപ്പയ്ക്കകത്തോട്ടൊന്ന് മാറ്റുക. കാരണം ആ വെള്ളമൊക്കെ ഒന്ന് ഊറി മാറുന്ന വരെ ഒന്ന് അരിപ്പയ്ക്കകത്ത് വെച്ചിരുന്നാൽ മതിയാവും. അതിനുശേഷം വെയിലത്ത് ഇതേ കണക്ക് ഒന്ന് ഉണക്കയിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ മതിയാവും. ആ വെള്ളമൊക്കെ ഒന്ന് വലിച്ചെടുക്കുന്ന വരെ മതിയാവും. പിന്നീട് ഇതിനെ ഗ്രൈൻഡറിലൊന്ന് പൊടിച്ചെടുക്കുമ്പം നമ്മൾ ഒത്തിരി പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് അരച്ചെടുത്താൽ മതിയാവും. ഇപ്പം ഞാൻ അതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. ഈ അരയ്ക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പിടാം, അല്ലെങ്കിൽ അരച്ച് കഴിഞ്ഞിട്ട് ഉപ്പിടാം കേട്ടോ. കണ്ടില്ലേ, ഇതേ കൂട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. കണ്ടില്ലേ, നമുക്ക് എല്ലാം നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അരയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതേ കൂട്ട് സോഫ്റ്റായിട്ട് വന്നാൽ മതി. ആ മാവ് പിടിച്ച് വെക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായി കൈകൊണ്ട് കുഴയ്ക്കുക. ഇനിയിപ്പം ഈ സമയത്തൊന്നുമല്ല നമ്മൾ വെള്ളം ചേർക്കുക. കണ്ടില്ലേ, നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് മാവ് ഹാർഡായി വരും. അതിനുശേഷം വേണം നമ്മൾ നോർമലി വെള്ളം ചേർത്ത് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഇത് വെക്കുകയൊന്നും വേണ്ട കേട്ടോ, മാറ്റി വെക്കുകയൊന്നും വേണ്ട സോഫ്റ്റ് ആവാൻ. അതിനുശേഷം ഇത് ബോളാക്കി മാറ്റി ചപ്പാത്തിക്ക് എങ്ങനെ പരത്തിയെടുക്കുക അതേ കൂട്ട് പരത്തിയെടുക്കാം. ഇപ്പോൾ പരത്തിയെടുക്കുമ്പോൾ കണ്ടില്ലേ, സൈഡെല്ലാം ഇറഗുലറായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതേ കൂട്ടുള്ള പാത്രം വെച്ചിട്ട് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ തവയ്ക്കകത്തിട്ട് നമുക്ക് പൊള്ളിച്ചെടുക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ഫ്ലെയിമിനകത്തിട്ടും പൊള്ളിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അത് ഇങ്ങനെ ചെയ്യുന്നതാണ് ഇത്തിരി കൂടെ സോഫ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഗീയോ ബട്ടറും കൂടെ ചേർക്കുവാണെങ്കിൽ ഇത്തിരി കൂടെ ടേസ്റ്റി ആയിട്ട് കിട്ടും കേട്ടോ. അതേസമയം ഡയറ്റൊക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ ഇതൊക്കെ അവോയ്ഡ് ചെയ്ത് ഇങ്ങനെ മാത്രം ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്, ഒരു കുഴപ്പമില്ല. സോ ഇഷ്ടമായിട്ടുള്ളത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.